നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്യുമ്പോൾ എക്സിറ്റ് ലോഡ് എന്നൊരു വിഷയമുണ്ടായിരിക്കും. യൂഷ്വലി 1% എന്നാണ് ഉണ്ടാകുന്നത്. അതായത് ഒരു വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരീഡിനുള്ളിൽ നമ്മൾ പിൻവലിക്കുകയാണെങ്കിൽ നമ്മൾ അതിനൊരു ഫൈൻ കെട്ടേണ്ടതായി വരും. ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് എങ്ങനെയെങ്കിലും ഒരു 3-4 വർഷം ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അത് ഒരു വർഷത്തിന് മുകളിലായിട്ടുണ്ടല്ലോ, ഇനി എനിക്ക് ഒരു രീതിയിലുള്ള ഫൈനും വരില്ല എന്ന് വിചാരിക്കും. എന്നാൽ എക്സിറ്റ് ലോഡ് ഈ രീതിയിലല്ല വർക്ക് ആകുന്നത്. കാരണം അവസാനം വാങ്ങിച്ചിട്ടുള്ള SIP ഇനിയും ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ടില്ല. അതായത് നിങ്ങളിപ്പോൾ ഓരോ മാസവും ഒരു പെർട്ടിക്കുലർ യൂണിറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് വരുന്നു. ഇപ്പോൾ സപ്പോസ് പറയുകയാണെങ്കിൽ ഈ ഒരു മാസം വാങ്ങുന്ന യൂണിറ്റ്സ് ഇവിടെ നിന്ന് കറക്റ്റായി ഒരു വർഷം കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു യൂണിറ്റ് എക്സിറ്റ് ലോഡിൽ നിന്ന് എക്സംപ്റ്റഡ് ആകുന്നത്. ഇതിൻ്റെ അടുത്ത മാസം വാങ്ങാൻ പോകുന്ന യൂണിറ്റ്സ് അവിടെ നിന്ന് ഇനിയും ഒരു മാസം കഴിഞ്ഞെങ്കിൽ മാത്രമാണ് എക്സിറ്റ് ലോഡിൽ നിന്ന് പുറത്തു വരുന്നത്. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? SIPയിൽ അവസാന വർഷം നമ്മൾ വാങ്ങുന്നതിന് എക്സിറ്റ് ലോഡ് അപ്ലൈ ആകും. ഒരുപക്ഷെ 3 വർഷം കഴിഞ്ഞാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ ആദ്യ 2 വർഷത്തിന് നമ്മൾ ഒരു രീതിയിലുള്ള എക്സിറ്റ് ലോഡും പേ ചെയ്യേണ്ട ആവശ്യമില്ല. അവസാന വർഷം എത്ര യൂണിറ്റ്സ് വാങ്ങിയോ അന്ന് എന്ത് NAV പ്രൈസ് ഉണ്ടാകുമോ അത് മൾട്ടിപ്ലൈ ചെയ്ത് 1% ചാർജായി എക്സിറ്റ് ലോഡായി നമ്മുടെ അടുത്ത് നിന്ന് ചാർജ് ചെയ്യപ്പെടും. എന്നാൽ നമ്മളിവിടെ ആദ്യ 2 വർഷത്തെ പണം മാത്രം എടുത്ത് അവസാനം നമ്മൾ ചെയ്തിട്ടുള്ള പണം വീണ്ടും ഒരു വർഷം വെയിറ്റ് ചെയ്ത് അതിനുശേഷം നമ്മൾ റിഡംഷൻ നടത്തുകയാണെങ്കിൽ നമ്മൾ അവിടെ ഒരു രീതിയിലുള്ള എക്സിറ്റ് ലോഡും പേ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതേപോലെ സ്ട്രാറ്റജിക് ആയിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എക്സിറ്റ് അടിക്കാൻ സാധിക്കുന്നതാണ്.